കോടതിപ്പടിക്ക് സമീപം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ കത്തിച്ച് സാമൂഹ്യവിരുദ്ധർ. നിലമ്പൂർ കോടതിപ്പടിയിലെ ബാറിന് സമീപമുള്ള വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ബന്ധുവീട്ടിലെത്തിയ നിലമ്പൂർ വീട്ടിക്കുത്ത് സ്വദേശി ചോലക്കപ്പറമ്പിൽ ഡോക്ടർ അസറുദ്ദീന്റെ കാറാണ് കത്തിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം 11 മണിയോടെ എത്തിയ 3-അംഗ സംഘം ഈ വീടിന് മുൻവശത്തുള്ള ബാറിന്റെ മറ്റൊരു ഗേറ്റിനു മുന്നിലെത്തി ഹോണടിച്ച് ബാറിൽ നിന്നും മദ്യം വാങ്ങാൻ ശ്രമം നടത്തിയപ്പോൾ ഹോൺ അടിക്കുന്നതിന്റെ പ്രയാസം വീട്ടുകാർ പറഞ്ഞതാണ് 3-അംഗ സംഘത്തെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് പുലർച്ചെ 1 മണിയോടെ ബുള്ളറ്റിലെത്തിയ ഇവർ വീടിന്റെ ഗേറ്റ് തുറന്ന് കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. തീ ആളിപ്പടർന്നതോടെ സംഘം ബുള്ളറ്റിൽ മടങ്ങി. മമ്പാട് പുളിക്കലോടിയിലുള്ളവരാണ് കാർ കത്തിച്ചതെന്നാണ് സൂചന. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അസറുദ്ദീന്റെ ബന്ധു സ്വപ്നയും കുടുംബവുമാണിവിടെ താമസിക്കുന്നത്. 11 മണി ബാർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഈ ഗേറ്റിന്റെ അവിടെ വന്നുകൊണ്ട് സ്ഥിരം ഉള്ള കച്ചറയാണ്. എല്ലാ ദിവസങ്ങളും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന. പക്ഷെ ഇന്നലെ വന്ന ആളുകൾ ഓൾറെഡി 3 ആളുകൾ ബുള്ളറ്റ് ഒറ്റ വണ്ടിമേ 3 ആളുകൾ കള്ളു കുടിച്ച് അങ്ങേ തലയായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ വന്നു, ഇവിടുന്ന് ഹോൺ അടിച്ചു, പ്രശ്നങ്ങൾ ഉണ്ടായി. നമ്മൾ ഇവിടുന്ന് ഹോൺ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഫ്രണ്ടിന്റെ ഉമ്മാനോട് വളരെ മോശമായിട്ട് സംസാരിച്ച് അതിന്റെ പേരിൽ അവർ അങ്ങോട്ടും സംസാരമായി. ഉള്ളിൽ കയറാൻ നോക്കി, ഉള്ളിൽ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഉന്തി മാറ്റിയിട്ട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞയച്ചു. അപ്പോൾ പോകുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ കാണിച്ചു തരാം, പ്രശ്നമാക്കി കാണിച്ചു തരാം, അങ്ങനെ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ ഒരു 1:30 മണിയായപ്പോൾ ഇത് സംഭവിച്ച് 11 മണിക്കാണ്. ഒരു 1:30 മണിയായപ്പം തൊട്ട് മുകളിലത്തെ പമ്പിൽ നിന്ന് അവർ കുറച്ച് പെട്രോളും വാങ്ങി വന്നുകൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും ഉറങ്ങി എന്നുള്ള വിചാരത്തിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കാറിൻ്റെ മുകളിൽ കൂടെ പെട്രോൾ വാങ്ങി കത്തിച്ചാണ് ഉണ്ടായത്. ഇത് പറഞ്ഞാൽ ഈ ഇവിടെ സെക്യൂരിറ്റിമാരും ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് 11 മണിക്ക് ഇപ്പോൾ ഗവൺമെന്റ് ഒരു സമയം കൊടുക്കുന്നത് എന്തിനാ? മദ്യം മറ്റു കാര്യങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി, 9 മണിക്ക് ശേഷം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. 11 മണിക്കാരും 12 മണിക്കാരും ഇവിടെ ഒന്നും ഇതേ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് മാത്രമല്ല, ഇവിടെ അപ്പുറത്തും താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ഈ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് ഒരു മറ്റ് വിദേശ നാടുകൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പെട്രോളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കത്തിക്കുന്നതൊക്കെ. അപ്പം അത്രയും ക്രിമിനൽ മൈൻഡിലെ ആൾക്കാരാണ് നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പരാതി കൊടുത്തു. FIR ഇന്നലെ രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് കാര്യങ്ങൾ അറിയിച്ചിരുന്നു. പോലീസ് വന്നിരുന്നു. പോലീസ് വന്ന് പെട്രോൾ പമ്പിലേക്ക് പോയി അവരുടെ CCTV ചോദിച്ചു. നമ്മുടെ CCTV നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ മൊഴി കൊടുത്തു. പിന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാളെ ഇനി ഫോറൻസിക്കിന്റെ ആളുകൾ വന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.